പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ബോധ്യം, നീ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഒത്തിരി ആത്മാക്കളെ നിൻ്റെ കുടുംബത്തും പുറത്തും അങ്ങനെ ഒത്തിരി ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ എന്നെ കാണിച്ചു തന്ന ഞാൻ ആ ഉഴുന്നാലിനച്ഛനെ അങ്ങനെ കൊണ്ടുപോയപ്പോൾ തൊട്ട് ഒത്തിരിയേറെ അച്ഛന് വേണ്ടി അല്ലാതെ വൈദികർക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കും. ഏതെങ്കിലും ഒരു വൈദികന് ആരെങ്കിലും ഒരു കുറ്റം ആരോപിച്ചാൽ ഞാൻ പറയും നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി വേണം അവർക്ക് നിലനിൽപ്പ് കൊടുക്കാൻ. അതുപോലെ ഉഴുന്നാലച്ഛൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ എപ്പോഴും തന്നെ ചോദിക്കും, അച്ഛൻ്റെ കാര്യം എന്തായെന്ന് ആരോടെങ്കിലുമൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ ബ്രദർ അച്ഛൻ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥ അവിടെയുള്ള ആത്മാക്കൾക്ക് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ഒരു ശക്തി ഇല്ലാതാകണം. അപ്പോൾ കിട്ടിയ ബോധ്യമാണ് അങ്ങനെയുള്ള ISS അവരെയൊക്കെ ആ ഒരു ശക്തി, അല്ലാതെ ദുരാത്മാവായിട്ടുള്ള ആ ശക്തിയെ ഉന്മൂലനം ചെയ്യാനാണ് നിൻ്റെ പ്രാർത്ഥന ആവശ്യം. അതാണ് എനിക്ക് കിട്ടിയ ബോധ്യം.